ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും SZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതാ എത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുമായി PSC സംബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സ്ആപ്പ് ചെയ്താൽ മതി. കൂടാതെ SZB അക്കാഡമിയുടെ ഫ്രീ PSC കോച്ചിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഫ്രീ ക്ലാസ് എന്നൊന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ വ്യക്തമായ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാം, കമ്പനി ബോർഡ് LGS നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ, എത്ര റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 15/12/2021 ഈ വരുന്ന, അതായത് ഈ വന്നിരിക്കുന്നതിന് മുൻപായിട്ട് അവസാനമായിട്ട് കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഏകദേശം 8,52,000 അധികം ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 8 lakhs പ്ലസ് ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അന്ന് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7,50,400 എബോ ഏകദേശം എത്രയാണ്, 7.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷിച്ചിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ പ്രിലിമിനറി അന്ന് നടന്നിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറി അതുപോലെ തന്നെ മെയിൻസ് എക്സാം ആയിട്ട് 2 ഘട്ടത്തിലായിട്ടായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് മെയ്, ജൂൺ, അതേപോലെ തന്നെ ജൂലൈ, ഇങ്ങനെ 3 മാസങ്ങളിലായിട്ട് 2022 പ്രിലിംസ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ആ ഒരു അർഹത, അതായത് പ്രിലിംസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 19/1/2023. കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 75.5475 ആയിരുന്നു. ഇതിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2021 നോട്ടിഫിക്കേഷൻ വന്നു, 2022 പ്രിലിംസ് എക്സാം നടന്നു, 2023 എന്ത് ചെയ്തു, അതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നു. ഇനി ആ ഒരു പരീക്ഷയിൽ ഈ 8 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളെ അപേക്ഷിച്ചിട്ട് 57,912 പേരായിരുന്നു അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടായിരുന്നത്, അതായത് പ്രിലിംസ് പാസ്സായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെയിൻ പരീക്ഷ നടക്കുന്നത് മെയ് 2023 ഓക്കെ. മെയ് 2023 മെയിൻസ് എക്സാം PSC നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു, ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെ 76.57 ആയിരുന്നു അതിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 29/9/2023. അങ്ങനെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റില് ഏകദേശം 8,213 പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. 8,000-ലധികം പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റില് 4,000 പേര്, PWD കാറ്റഗറിയിൽ ഏകദേശം 120 പേരോളം എന്തുണ്ടായിരുന്നു, ഈ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് നോക്കിക്കേ 12/1/2024 ഇവിടെ നോക്കിക്കേ 2024 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 12/1/2027 വരെയാണ് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം 2021 വന്നിട്ട് അല്ലെ 2024 എന്ത് ചെയ്തിട്ടുള്ളത്, അതിന്റെ മെയിൻ ലിസ്റ്റ് വന്നത്. അപ്പൊ 2025 ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ എന്ത് പോയിട്ടുണ്ടായിരുന്നത്, അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നിട്ട് ഇങ്ങനെ അഡ്വൈസ് ഒക്കെ, അതായത് ഡിസംബർ കഴിഞ്ഞു, പിന്നെ ജനുവരി ആയപ്പോഴത്തേക്ക് 2025 ആയി. അപ്പൊ 2021, 2, 3, 4 ഏകദേശം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നിലവില് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്, അതായത് 2025
കണ്ടോ 23/9/2025 ആ വന്നിരിക്കുന്ന മെയിൻ ലിസ്റ്റിൽ ഏകദേശം 8K+ ഉദ്യോഗാർത്ഥികളില് 2425 പേർക്ക് നിയമനം പോയി. അതായത് ഇതിപ്പം 2025 ആകുമ്പോൾ ഒരു വർഷമാണ് അല്ലെ, ഒരു വർഷത്തിനുള്ളിൽ 2000-ലധികം ആളുകൾക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്ത് വരുമ്പോൾ എത്ര പോകും? എന്തായാലും ഇതിന്റെ ഇരട്ടി പോകും അല്ലെ, ഒരു 4000-ന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ. ഇനി ഇതിൽ നിങ്ങൾ നോക്കിക്കേ, മെയിൻ ലിസ്റ്റിൽ ഓരോ അഡ്വൈസിന്റെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഇവിടെ വന്നിരിക്കുന്ന മെയിൽ കാറ്റഗറി അതുപോലെ ഫീമെയിൽ കാറ്റഗറിയിൽ EWS കാറ്റഗറി എത്ര വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ റാങ്ക് വരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS അല്ലെ. അപ്പൊ 2025 നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു. ഇനി 2026 എന്ത് ചെയ്യും, ഇതിന്റെ ഒരു എക്സാം PSC എന്തായാലും റിലീസ് ചെയ്യും. ഇനി പ്രിലിംസിന് സാധ്യത വളരെ കുറവാണ്, ചിലപ്പോൾ മെയിൻസ് എക്സാം ആയിട്ട് ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കും നടത്താനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. 2027 എന്ത് ചെയ്യും, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് PSC റിലീസ് ചെയ്യും. അപ്പൊ നമ്മളുടെ മുന്നിൽ കിടക്കുന്ന ഇനിയുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എത്ര റാങ്കിൽ വന്നാൽ നമുക്ക് ജോലി കിട്ടും, ഇവിടെ നിങ്ങൾ നോക്കി ഏകദേശം 3000 പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ, നമുക്ക് ഈവൻ 3000 വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ പഠിച്ച ഉടൻ തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറണമെങ്കിൽ എപ്പോഴും എന്താണ്, നിങ്ങളൊരു ട്രൂ 100-ന്റെ ഉള്ളിൽ, നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറയുന്നത് 100 ഉള്ളിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതായത് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നീണ്ടു പോവാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്തായിരിക്കും, നേട്ടം തന്നെയായിരിക്കും അല്ലെ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റാങ്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അടുത്ത ഉടൻ തന്നെ വരാൻ പോകുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ AZB അക്കാഡമിയിൽ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ എല്ലാ ദിവസവും 4 മണിക്ക് ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ സ്റ്റഡി നോട്ട്സിനും കറണ്ട് അഫയേഴ്സ് സെഷൻസിനും അതുപോലെ ഫ്രീ മോക്ക് ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫ്രീ നോട്ട്സ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നമ്മളുടെ ക്ലാസ്സുകളുടെ അപ്ഡേറ്റും അതുപോലെ വെബിനാറിന്റെ ലിങ്കും എല്ലാ നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൂടാതെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് 3000 രൂപയുടെ ഈ ഒരു കോഴ്സിന് വെറും 2500 രൂപയ്ക്ക് എക്സാം വാലിഡിറ്റിയിൽ കിട്ടുന്നതാണ്. ക്ലാസ്സുകളുടെ പ്രത്യേകത, ഡെയിലി സ്റ്റഡി ക്ലാസ് ഉണ്ട്, അതായത് സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഒരു ദിവസം നിങ്ങൾ എന്ത് കൃത്യമായി പഠിക്കണം നമ്മൾ തരും. അതിന്റെ ഡെയിലി എക്സാം ഉണ്ട്, ഡെയിലി PDF നോട്ട്സ് ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, PYQ സെഷൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു ആപ്പ് വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക്